ഈ വീഡിയോയിൽ നമ്മൾ ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് SCO സബ്മിറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ആ സാഹചര്യത്തിൽ ഈ ഒരു SCO സബ്മിറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം കൊണ്ടാണ് ഇത് ഇത്രമാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ നടക്കുന്ന ഒരു SCO സബ്മിറ്റ് തന്നെയാണ്. അപ്പോൾ അതിലിപ്പം ഇന്ത്യയും ചൈനയും കുറച്ച് എക്സ്റ്റെൻഡഡ് കൺസേൺ കാണിച്ച് രണ്ടുപേരും കൂടി കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ SCO സബ്മിറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മളുടെ മെയിൻ ചാനലായിട്ടുള്ള ഇൻസൈറ്റ്സ് മലയാളത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ വെച്ചേക്കാം. നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം കൂടി നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ബൈലേറ്ററൽ ചർച്ച അതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടത് ഇന്നലത്തെ ദിവസം മൊത്തത്തിൽ. അതിപ്പോൾ ഇന്നും കൂടി അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇന്നും കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ശരിക്കും പ്രൈം മിനിസ്റ്റർ മോദി ചൈനയിൽ തന്നെ ഉണ്ട്, ടിയാൻജിനിൽ തന്നെ ഉണ്ട്. അവിടെ ഇന്ന് പ്രൈം മിനിസ്റ്റർ മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തമ്മിലുള്ള ചർച്ചയൊക്കെ നടക്കും. റൈറ്റ് ചോയ്സ് ഫോർ ഇന്ത്യ ചൈന ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ചൈനയിൽ നിന്നും മുന്നോട്ട് വെക്കുന്നത്. ഷീ ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ രീതിയിലുള്ള വാചകങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം എന്തൊക്കെ മേഖലകളിലാണ് എക്കണോമിക് ടൈസ് വേണ്ടത് എന്നുള്ള ഒരു ചർച്ച നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഷീ ജിൻപിങ്ങും അതുപോലെ പ്രൈം മിനിസ്റ്റർ മോദിയും തമ്മിലുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി രണ്ട് രാജ്യങ്ങളുടെയും കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഫോറിൻ മിനിസ്ട്രി, അതുപോലെ തന്നെ സെക്യൂരിറ്റി അഡ്വൈസറി ടീമുകൾ ഇവരെല്ലാം തന്നെ ഒരു ചർച്ച നടത്തും. ഇനി തുടരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗുകൾ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ മോദി ചൈനയ്ക്ക് പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളില് കോൺഗ്രസ് അഥവാ പ്രതിപക്ഷം അവരുടേതായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്, വിയോജിപ്പ്. 2020 ഗാൽവാൻ വാലി അറ്റാക്ക് ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ രീതിയിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അവർക്ക് പ്രതിഷേധിക്കാം. കാരണം ഡെമോക്രാറ്റിക് നേഷനാണ്. ഒഫീഷ്യലി തന്നെ അമേരിക്കയിൽ നിന്നും 2025 ലാസ്റ്റില് ക്വാഡ് സബ്മിറ്റ് ട്രംപ് ഒഴിവാക്കിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ട്രംപിന് മനസ്സിലായി ക്വാഡ് സബ്മിറ്റിലേക്ക് ഇനി പോയി കഴിഞ്ഞാൽ യാതൊരു വിലയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ തന്നെ സ്വമേധയാ ഇതിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യ ഓൾറെഡി തന്നെ ജപ്പാനുമായിട്ട് സംസാരിച്ച് ജപ്പാൻ അഥവാ ട്രേഡ് ഡീല് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഡീല് അമേരിക്കയുമായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനിരുന്ന ആ ഒരു പോക്ക് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു ജപ്പാൻ. അത് റദ്ദാക്കിയതാണോ അല്ലെങ്കിൽ മാറ്റിവെച്ചതാണോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷെ എന്തായാലും ജപ്പാനിൽ നിന്നും ഈ ഒരു ട്രേഡ് നെഗോഷിയേറ്റർ അമേരിക്കയിൽ എത്തിയില്ല ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്യാൻ. അപ്പൊ എല്ലാം കൊണ്ടും ഏഷ്യൻ സൈഡിൽ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അമേരിക്ക. അതിന്റെ ഭാഗമായിട്ടാണ് ക്വാഡിലേക്ക് ഇപ്പം ഈ ഒരു 2025 പങ്കെടുക്കുന്നില്ല തീരുമാനിച്ചത്. ഇപ്പൊ ജോ ബൈഡൻ തന്നെ ഒരു ക്വാഡ് ഇനാക്റ്റീവ് ആയിട്ടാണ് വെച്ചിരുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പം ട്രംപും തുടരുന്നത്. ഇത് ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ക്വാഡ് സബ്മിറ്റ് എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങൾ ഡീപ് സ്റ്റേറ്റ് എന്താണോ വിചാരിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ക്വാഡ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വാഡിന് അതീതമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ് പോലത്തെ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. ചൈന എന്ന് പറഞ്ഞൊരു ജയന്റ് ഉള്ള സമയത്ത് അതിനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സപ്പോർട്ട് ഈ രാജ്യങ്ങൾക്കൊക്കെ വളരെ അനിവാര്യമാണ്. ഇത് അമേരിക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ഇൻഡോ പസഫിക്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് പൂർണ്ണ സപ്പോർട്ട് അവർ നൽകുന്നത്. ആർമി ബിഗിൻസ് റൈസിംഗ് എ ന്യൂ ബൈറവ് ടീം. ഈ ബൈറവ് എന്ന് പറഞ്ഞ ഒരു സ്ക്വാഡ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബോർഡർ മേഖലയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ചൈന അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഈ രണ്ട് രാജ്യങ്ങളും തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് നീക്കാം, അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാനുള്ള പദ്ധതിക്കാണ് ഇപ്പൊ ഇന്ത്യയും ചൈനയും തുടക്കം കുറിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും അവർക്കും ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഇതുപോലെ തന്നെ സ്പെഷ്യൽ സ്ക്വാഡ് ടീമുകളൊക്കെ തയ്യാറാക്കാം. അപ്പൊ അതേ നിലപാടിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലുള്ള വീഡിയോകൾ 1-2 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ന്യൂയോർക്ക് ടൈംസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് മോഡിയുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ആർക്ക്, ഡൊണാൾഡ് ട്രംപിന്റെ ഈ വാർ മീഡിയേഷൻ, പാകിസ്ഥാനും ഇന്ത്യക്കും തമ്മിലുള്ള വാർ മീഡിയേഷന്റെ ഒരു ക്ലെയിം ഉണ്ടല്ലോ, ആ ക്ലെയിമിനേറ്റ തിരിച്ചടിയാണ് മോദിയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു രാജ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ആൾക്കാരല്ല, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിവിജ്വൽ പോളിസി ഉണ്ട്, നമ്മൾ അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ആരെയും തന്നെ ഡിപ്പെൻഡ് ചെയ്തല്ല മുന്നോട്ട് പോകുന്നത്. അത് ഡിഫൻസ് മേഖല ആയിക്കോട്ടെ, അത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ജിയോ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലും നമ്മൾ സെൽഫ് റിസലിയന്റ് ആണ്. അത് ഇന്ത്യ ഷുഡ് നോട്ട് റിലേ ഓൺ ഫോറിൻ സപ്ലൈസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നത്. രുദ്രം 4 എയർ ടു സർഫസ് മിസൈലൊക്കെ അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തി അത് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യൂപ്മെന്റ് ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ട്രേഡ് വാർ, ബോർഡർ ടെൻഷൻ, സ്ട്രാറ്റജിക് ഷിഫ്റ്റ്, ഇത് ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് SCO സബ്മിറ്റിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ. ഈ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബ്രോഡായിട്ടുള്ള ഡിസ്കഷൻ ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ നടന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ബോയിങ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ബോയിങ് കമ്പനി ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ഒരു 3-3.5 വർഷമായി. അപ്പൊ അവര് ചില സ്പെയർ പാർട്സുകളൊക്കെ ഇവിടെയാണ് അവർ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ഈ ഒരു സാധനങ്ങൾ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാൻ താരിഫിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് അവർക്കുള്ള ബന്ധം ലോങ് സ്റ്റാൻഡിംഗ് ആണ് എന്നാണ് ബോയിങ് കമ്പനി പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, ആപ്പിൾ എങ്ങനെയാണോ അമേരിക്കയിൽ താരിഫ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത്, അതുപോലെ തന്നെ ഈ ബോയിങ് കമ്പനിയും അമേരിക്കയുമായിട്ടുള്ള താരിഫ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. കാരണം ബോയിങ് കമ്പനിക്കും ട്രംപിനും അത്രമാത്രം ബന്ധമുണ്ട്. ബോയിങ് കമ്പനി എവിടെ നിർമ്മിച്ചാലും അവര് തീർച്ചയായിട്ടും അവരുടെ സാധനങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ എത്തിക്കാൻ അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ കമ്പനികളെ കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡ് ആവശ്യമില്ല. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കോളും. ആ രീതിയിലാണ് ബോയിങ് കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ്. അതായത് ബോയിങ് കമ്പനിയുടെ ഇന്ത്യ ബ്രാഞ്ചിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയും ബോയിങ്ങും തമ്മിലുള്ള ബന്ധം വളരെയധികം ലോങ് സ്റ്റാൻഡിംഗ് ബന്ധമാണ് എന്നുള്ള നിലയിലാണ് അവർ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും അവർ അമേരിക്കയെ എതിർത്ത് പറയുന്നില്ല, പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവര് ഇന്ത്യയും തള്ളി പറയുന്നില്ല. അവരൊരു ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. റാഫി എംഫിർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഒരു ഡ്രോൺ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ ഡ്രോൺ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ അവരുടെ ഒരു റഡാറിലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ആ രീതിയിൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ത്യ. റാഫി എംഫിർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. തീർച്ചയായിട്ടും ഈ കമ്പനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഇത് സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം ഡിഫൻസ് മിനിസ്റ്റർ കൂട്ടിച്ചേർത്തത് എത്രയും വേഗം ഇന്ത്യൻ ഡിഫൻസിൽ, അതായത് ഇന്ത്യൻ ആർമിയിൽ ഈ ഡ്രോൺ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വാർ മെത്തഡോളജിയിലേക്ക് നമ്മൾ ഇറങ്ങണം. അപ്പൊ അതിലേക്കുള്ള പ്രാക്ടീസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോൺ ഇന്ത്യൻ ആർമിയിൽ വൈകാതെ തന്നെ ഉൾപ്പെടുത്തും. അത് തന്നെ ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കും അത് ഉൾപ്പെടുത്തുന്നത്. ഈ റാഫേ എംഫിർ എന്ന് പറഞ്ഞ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കേട്ടോ, UP യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും ഡിഫൻസുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ട്. DRDOയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന പല പ്രോജക്റ്റുകളും ഇവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് അവര് ഇപ്പൊ നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രോൺ ആണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇവർ രണ്ടുപേരും തന്നെ SCO സബ്മിറ്റിലുണ്ട്. ഇവർ പറഞ്ഞത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള മാനറിൽ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് അവർക്ക് വേണ്ടത് ഇന്ത്യയുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന് ഇന്ത്യ തയ്യാറായില്ല ഇതുവരെ. ഇനിയിപ്പോ വരും ദിവസങ്ങളിലെങ്കിലും തയ്യാറാകുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതുവരെ പാകിസ്ഥാനുമായിട്ട് ഒരു ഡയലോഗ് ഡിപ്ലോമസിക്ക് ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.